it's me, Jobin from MS Solutions. എനിക്ക് എന്തിനും വേറെ സൊല്യൂഷൻസ്. പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാതെ പോകരുത്. നിങ്ങളുടെ മലയാളം ഫസ്റ്റിൽ പ്രധാനമായും ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഇത് പഠിക്കാതെ നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ പോകരുത്. അപ്പോൾ നമുക്ക് നോക്കാം മലയാളം ഫസ്റ്റിൽ പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ക്രിസ്മസ് പരീക്ഷയിൽ. ഓക്കെ, ദിവസം മുഴുവനും അലഞ്ഞു നടന്നു വാരിക്കൂട്ടുന്ന ചവറിന്റെ തൂക്കവും വിലയുമെങ്കിലും ഉണ്ടോ ഞങ്ങളെ പോലുള്ള മനുഷ്യർക്ക്? ലിംബാളയുടെ വാക്കുകളിൽ തെളിയുന്ന അക്കാലത്തെ സാമൂഹിക അവസ്ഥ വ്യക്തമാക്കുക. അപ്പോൾ ഇത് ഏത് പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ്? അക്കർമാച്ചി അല്ലെ, ശരൺകുമാർ ലിംബാളയുടെ അക്കർമാച്ചി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണിവ. ഏതാണ്? ദിവസം മുഴുവനും അലഞ്ഞു നടന്നു വാരിക്കൂട്ടുന്ന ചവറിന്റെ തൂക്കവും വിലയുമെങ്കിലും ഉണ്ടോ ഞങ്ങളെ പോലുള്ള മനുഷ്യർക്ക്? ഇതിന്റെ സാമൂഹ്യ അവസ്ഥ എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം ഇവിടെ എന്താണ് പറയുന്നത്. ആ കാലത്തെ സാമൂഹിക അവസ്ഥയാണ് ഈ വാക്കുകളിൽ തെളിയുന്നത്. തീർത്തും അവഗണനാപരമായിരുന്നു അവരുടെ ജീവിതം അല്ലെ. താഴ്ന്ന ജാതി ആയതുകൊണ്ട് തന്നെ, മഹർ എന്ന താഴ്ന്ന ജാതി ആയതുകൊണ്ട് അവരെ സാമൂഹികമായി ലിംബാളിയുടെ കുടുംബത്തെയും സമൂഹത്തെയും സാമൂഹികമായി മാറ്റി നിർത്തി എന്നാണ് ഈ വാക്കുകളിൽ തെളിയുന്നത്. പിന്നെന്താ, സമൂഹത്തിലെ താഴെത്തട്ടിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഇവർ. പഠിക്കാനോ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാനോ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല അല്ലെ. പഠിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുവാനോ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുവാനോ സ്വാതന്ത്ര്യമില്ല. തീർത്തും അവഗണിക്കപ്പെട്ട ജീവിതമായിരുന്നു അവരുടേത് എന്ന് പറയുന്നു. ആയതിനാൽ വാരിക്കൂട്ടുന്ന മാലിന്യത്തിന്റെ വില പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്ന് ശരൺകുമാർ ലിംബാളെ പറയുന്നു അല്ലേ. വാരിക്കൂട്ടുന്ന മാലിന്യത്തിന്റെ വേസ്റ്റിന്റെ പോലും വില നമ്മുടെ ജീവിതത്തിനില്ല എന്ന ശരൺകുമാർ ലിംബാളയുടെ തുറന്നു പറച്ചിലാണ് ഈ ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് പറയാൻ സാധിക്കുക. അടുത്ത ചോദ്യം, അക്കർമാശി എന്ന എൻ്റെ ഈ ആത്മകഥയെ ഒരു കലാസൃഷ്ടിയായി ഞാൻ കാണുന്നില്ല, ഇതൊരു നിവേദനമാണ്. ഈ പുസ്തകത്തെ സാമൂഹികമായ അനീതിയുടെ പ്രത്യക്ഷ വിവരണം എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ മതി. ആത്മകഥയെക്കുറിച്ചുള്ള ശരൺകുമാർ ലിംബാളയുടെ ഈ പ്രസ്താവനയെ സാധുത പാഠഭാഗത്തെ ആസ്പദമാക്കി വിലയിരുത്തുക. 4 മാർക്കിന്റെ ചോദ്യമാണ്, വിലയിരുത്താനാണ് ചോദ്യം. എന്താണ് അക്രമാശി എന്നത്? അദ്ദേഹത്തിന്റെ ഒരു കലാസൃഷ്ടി അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, മറിച്ച് എന്താണ്, ഒരു നിവേദനമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താണ് നിവേദനം? നമ്മുടെ ഒരു വിഷമം മറ്റുള്ളവരെ അറിയിക്കുന്നതിനാണ് നിവേദനം. നമ്മുടെ ആവശ്യം മറ്റുള്ളവരെ അറിയിക്കുന്നതിന് നിവേദനം എന്ന് പറയുന്നു. അപ്പൊ ശരൺകുമാർ ലിംബാളെ പറയുകയാണ്, എൻ്റെ ഈ ആത്മകഥ എന്ന് പറയുന്നത് ഒരു കലാസൃഷ്ടിയല്ല, ഒരു നോവലോ അല്ലെങ്കിൽ ഒരു കഥയോ കവിതയോ ആത്മകഥയോ അല്ല, ഇതൊരു നിവേദനമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വിഷമങ്ങളെ, സങ്കടങ്ങളെ നിങ്ങളോട് തുറന്നു പറയുന്ന ഒരു നിവേദനമാണ് എൻ്റെ ഈ ആത്മകഥ എന്ന് പറയുന്നത്. ഇതൊരു ആത്മകഥ എന്നതിനേക്കാൾ കൂടുതൽ സമൂഹത്തിലേക്കുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ്. ജാതീയപരമായി മതപരമായി മനുഷ്യരെ വേർതിരിക്കാൻ പാടില്ലെന്ന തിരിച്ചറിവ്. അതായത് ശരൺകുമാർ ലിംബാളെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ ഈ ആത്മകഥയിൽ വിവരിക്കുന്നു. എന്താണ്? ശരൺകുമാർ ലിംബാളെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ ഈ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. ശരൺകുമാർ ലിംബാളയുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളെയൊക്കെ തന്നെയാണ് ഈ ആത്മകഥയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ താൻ അനുഭവിച്ച വിഷമങ്ങളെ, താൻ ഏറ്റുവാങ്ങിയ അവഗണനകളെ സമൂഹത്തിനോട്, ഈ പ്രബുദ്ധരായ ജനങ്ങളോട് തുറന്നു പറയുമ്പോൾ എൻ്റെ ഈ അക്രമാശി എന്ന് പറയുന്നത് ഒരു ആത്മകഥയല്ല, മറിച്ച് ഒരു നിവേദനമാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ശരൺകുമാർ ലിംബാളെ പറയുന്നത്. എത്ര തന്നെ അവഗണിച്ചിട്ടും ആട്ടിയോടിച്ചിട്ടും പാർശ്വവൽക്കരിച്ചിട്ടും അദ്ദേഹം ജീവിതത്തിന്റെ ഉയർന്ന നിലയിൽ കയറി വന്നു അല്ലെ. എത്ര തന്നെ അവഗണിക്കപ്പെട്ടിട്ടും അദ്ദേഹം ജീവിതത്തിന്റെ ഉയർന്ന നിലയിൽ കയറി വന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തിയായ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വ്യക്തിയായ ശരൺകുമാർ ലിംബാളെ പഠിച്ച് വിദ്യാഭ്യാസം നേടി സമൂഹത്തിൽ ഉയർന്ന പദവിയിൽ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് കയറിയിരുന്നു. അത് തന്നെ പ്രചോദനാത്മകമായ മാതൃകമായ ഒരു പ്രസ്താവനയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഇത് മറ്റുള്ളവർക്ക് മാതൃകാപരവും പ്രചോദനപരവുമാണ്. ആയതിനാൽ തന്നെ ഇതൊരു കലാസൃഷ്ടി എന്നതിനേക്കാളും അപ്പുറം സമൂഹത്തിനോടുള്ള ഒരു തുറന്നു പറച്ചിൽ കൂടിയാണ്. മനുഷ്യരെ മതത്തിന്റെയും ജാതിയുടെയും നിറത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ മാറ്റി നിർത്തരുത് എന്ന് തുറന്നു പറച്ചിൽ അല്ലെ. ശരൺകുമാർ ലിംബാളെ പറയുന്നു, ഇതെന്റെ കലാസൃഷ്ടിയല്ല, അക്രമാശി എന്ന് പറയുന്നത് ഞാൻ എഴുതിയ കലാസൃഷ്ടിയല്ല, ആത്മകഥയല്ല, മറിച്ച് തുറന്നു പറച്ചിലാണ്, നിവേദനമാണ്. കാരണം സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവരെ, മാറ്റി നിർത്തപ്പെടുന്നവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിവേദനമായി ശരൺകുമാർ ലിംബാളെ തന്റെ അക്രമാശിയെ അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം, അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി സ്വന്തം വകയായി ചില സരസ്വതി വിലാസങ്ങളും ചേർത്ത് ഞാൻ ആ മടയനായ മകന് തുടരെ കത്തുകൾ എഴുതി അയച്ചു. സരസ്വതി വിലാസങ്ങൾ എഴുത്തുകാരനിലും മകനിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം?
എഴുതാം, കുറിക്കുക. 4 മാർക്കിന്റെ ചോദ്യം. ഇത് ഏത് പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ്? ഞാൻ കഥാകാരനായ കഥ എസ് കെ പൊറ്റക്കാടിന്റെ ആ പാഠഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഏത്? സരസ്വതി വിലാസങ്ങൾ ചേർത്ത് ഞാൻ ആ മടയന് കത്തുകൾ എഴുതി. സരസ്വതി വിലാസങ്ങൾ എഴുത്തുകാരനിലും മകനും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണ്? ഇവിടെ എന്താണ് സരസ്വതി വിലാസം എന്ന് പറയുന്നത്? നല്ല ചീത്ത വാക്കല്ലേ? ആ അമ്മയെ ഉപേക്ഷിച്ച് പോയ മകനിലേക്ക് ആ അമ്മയിലേക്ക് തിരികെ വരാൻ വേണ്ടി നമ്മുടെ എസ് കെ പൊറ്റക്കാട് കുറച്ച് കത്തുകൾ എഴുതി. ആ കത്തിൽ എന്തെഴുതി? കുറച്ച് നല്ല ചീത്ത വാക്ക്, തെറിവാക്കുകൾ എഴുതി. എടാ ഡാഷ് മോനെ, നീ നിന്റെ അമ്മയെ നോക്കാണ്ട് പോയില്ലടാ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഹോ പൊണ്ണ എന്ന് പറയുന്നത് പോലെ കുറച്ച് തെറിവാക്കുകൾ, കുറച്ച് നല്ല ചീത്ത വാക്കുകൾ മകൻ എഴുതി അയച്ചു. അതിനെയാണ് സരസ്വതി വിലാസങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു സരസ്വതി വിലാസങ്ങൾ നിറഞ്ഞ കത്ത് വായിച്ചപ്പോഴാണ് ആ മകൻ അമ്മയിലേക്ക് തിരികെ വന്നത്. അപ്പോൾ ആ കത്ത് മകനിലും എഴുത്തുകാരനെ സൃഷ്ടിച്ച മാറ്റങ്ങൾ എന്താണ് എന്നാണ് ചോദ്യം. സരസ്വതി വിലാസങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ എഴുത്തുകാരനായ എസ് കെ പൊറ്റക്കാട് എഴുതിയ ചീത്ത വാക്കുകളാണ് അല്ലെ? മകന് ഇവിടെ ചീത്ത വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ അമ്മയെ കാണാൻ വരാത്ത മകനോടുള്ള ദേഷ്യം തന്നെയാണ്. ഇദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനായി തീരാൻ കാരണവും ഈ കത്തുകൾ തന്നെയാണ്. ഈ കത്തിലൂടെയാണ് ആ മകൻ തന്റെ അമ്മയെ കാണാൻ വരുന്നതും എസ് കെ പൊറ്റക്കാട് വലിയ എഴുത്തുകാരനായി തുടക്കം കുറിക്കുന്നതും. ആയതിനാൽ സരസ്വതി വിലാസങ്ങൾ എന്നതിലൂടെ തന്റെ ആത്മരോഷവും ആ മകനോടുള്ള എസ് കെ പൊറ്റക്കാടിന്റെ വിരോധവും എല്ലാം തന്നെ പ്രതിഫലിക്കുന്നു. ആയതിനാൽ ഇതിലൂടെ ഒരു എഴുത്തുകാരന്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ്? ഈ കത്തിലൂടെയാണ് എസ് കെ പൊറ്റക്കാട് എന്നൊരു എഴുത്തുകാരൻ ഉണ്ടാകുന്നതും ആ മകൻ അമ്മയിലേക്ക് തിരികെ വരുന്നതും. അപ്പൊ ആ കത്ത്, അതുകൊണ്ടാണ് ആ കത്തുണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സരസ്വതി വിലാസങ്ങൾ നിറഞ്ഞ ആ കത്തുണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് പുതിയൊരു എഴുത്തുകാരനെ ഉടലെടുത്തു. പുതിയൊരു എഴുത്തുകാരനെ എസ് കെ പൊറ്റക്കാട് മാറുകയും ദീർഘനാളായി അമ്മയെ നോക്കാത്ത മകൻ തിരികെ അമ്മയിലേക്ക് വരികയും ചെയ്തു. ഇതാണ് ആ കത്തുണ്ടാക്കിയ എഴുത്തുകാരനും മകനും ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഇപ്പോൾ അവന് എന്നെ കണ്ടുകൂടാതായി, അവൻ എന്നെ കുണം പിടിച്ച പട്ടിയെ പോലെ ആട്ടി വായിച്ചു. ഈ വാക്യങ്ങളിൽ തെളിയുന്ന അമ്മയുടെ മാനസികാവസ്ഥ കണ്ടെത്തി എഴുതുക അല്ലെ? അവൻ എന്നെ കുറ്റം പിടിച്ച പട്ടിയെ പോലെ മാറ്റിപ്പാർപ്പിച്ചു അല്ലെങ്കിൽ ആട്ടിപ്പായിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത്? ഈ കുഷ്ഠം പിടിച്ച പട്ടി എന്നാട്ട് ഇതിലൂടെ അർത്ഥമാക്കുന്നത് കുഷ്ഠം, അതായത് അസുഖബാധിതനായ ഒരു പട്ടി എന്ന് പറയുന്നു. ഈ വാക്യത്തിലൂടെ അമ്മയുടെ ഒറ്റപ്പെടലിനെ മകൻ അമ്മയെ അവഗണിച്ചതിന്റെ വേദനകളെല്ലാം തെളിഞ്ഞു കാണുന്നു. അവശനായ അല്ലെങ്കിൽ അസുഖബാധിതനായ വൈകല്യം ബാധിച്ച ഒരു പട്ടിയെ ആട്ടിപ്പായിക്കുന്നത് പോലെ അമ്മയെ മകൻ ആട്ടി അകറ്റുന്നു അല്ലെ? കുഷ്ഠരോഗം ബാധിച്ച, വ്രണങ്ങൾ ബാധിച്ച, ചൊറി ബാധിച്ച ഒരു പട്ടിയെ നമ്മൾ ആട്ടിപ്പായിക്കുന്നത് പോലെ ആ മകൻ തന്റെ അമ്മയെ ആട്ടിപ്പായിച്ചു. ആ അമ്മയെ ഒറ്റപ്പെടുത്തിയ, വേദനപ്പെടുത്തിയ ആ മകനോടുള്ള അമ്മയുടെ ഒരു വിഷമമാണ്, പരാതിയാണ് ഈ വാക്കുകളിൽ തെളിയുന്നത്. മക്കളാൽ സംരക്ഷിക്കപ്പെടേണ്ട മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുടെ പ്രതിരൂപമാണ് ഈ കഥയിലെ മകൻ. ഏറെ വേദന സഹിച്ചാണ് ആ അമ്മയുടെ വിഷമം നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. ആയതിനാൽ മകൻ ഉപേക്ഷിച്ചതിന്റെ വേദനയും നിരാശയും സങ്കടവുമാണ് ഈ വാക്യങ്ങളിലൂടെ അമ്മയിൽ കാണാൻ സാധിക്കുക അല്ലേ? കുഷ്ഠരോഗം ബാധിച്ച, വ്രണങ്ങൾ ബാധിച്ച ഒരു പട്ടിയെ ആട്ടിപ്പായിക്കുന്നത് പോലെ തന്റെ അമ്മയെ ആട്ടിപ്പായിച്ച മകനോടുള്ള ഒരു സങ്കടവും പരാതിയും ഈ അമ്മയുടെ വാക്കുകളിൽ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. ഓക്കെ അല്ലടാ? അവസാനത്തെ ചോദ്യം അശ്വമേധം എന്ന് പറയുന്ന കവിതയിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പണ്ട് ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ, പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ, ആഗമ തത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ. കാലാന്തരങ്ങളിൽ സർഗശേഷിയെ പ്രയോജനപ്പെടുത്തിയവർ ആരെല്ലാം? സൂചനയെ അടിസ്ഥാനമാക്കി കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിന്റെ ചോദ്യം, കുറിപ്പ് തയ്യാറാക്കുക അല്ലെ? കാലാന്തരത്തിൽ സർഗശേഷിയെ പ്രയോജനപ്പെടുത്തിയവർ ആരൊക്കെയാണ്? നമുക്ക് നോക്കാം. കാലാന്തരത്തിൽ ആരൊക്കെയാണ് സർഗശേഷിയെ പ്രയോജനപ്പെടുത്തിയതെന്ന്. എങ്ങനെയാണ്? ആദ്യം ദൈവത്തിന്റെ കൈകളിലല്ലേ? ദൈവത്തെ പ്രകീർത്തിക്കുവാൻ, സ്തുതിക്കുവാൻ വേണ്ടി നമ്മൾ സർഗശേഷി കവിത ഉപയോഗിച്ചു. പിന്നീട് രാജാക്കന്മാരുടെ കൈകളിലായി ഏത്? നമ്മുടെ സർഗശേഷി കവിത എന്ന് പറയുന്നത്. രാജാക്കന്മാരെ സ്തുതിക്കുവാനും രാജകൊട്ടാരത്തിൽ രാജകവികൾക്ക് എഴുതുവാനുമായി എന്തു വന്നു? കവിതകളും സർഗശേഷിയും വന്നു. പിന്നീട് കവിതകൾ എന്ത് ഉപയോഗിച്ചു? സർഗശേഷി എന്തിനു ഉപയോഗിച്ചു? ഭരണാധികാരികൾക്ക് വേണ്ടി അല്ലെ? തെറ്റായ ഭരണം ചെയ്യുമ്പോൾ അവരെ ഭരണത്തിൽ നിന്നും താഴെയിറക്കുവാൻ നാം സർഗശേഷി ഉപയോഗിച്ചു, കവിതകൾ ഉപേക്ഷിച്ചു. അങ്ങനെ കാലാന്തരത്തിൽ കവിതകൾ വന്ന ആ ഒരു വഴികളെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്താണ്? മനുഷ്യന്റെ സർഗവാസനകളെ തടയിടാൻ സമൂഹത്തിന്റെ ഭാഗത്തു തന്നെ നാനാതുറകളിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സർഗവാസനകളെ പിടിച്ചുകെട്ടാൻ ദൈവീക ഭാഗത്തു നിന്ന് തന്നെയാണ് ആദ്യ ശ്രമം അല്ലെ? ആദ്യ ശ്രമം എന്ന് പറയുന്നത്. പിന്നെയോ മതങ്ങളാണ് ഇക്കൂട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ചത്. ആദ്യം ദൈവത്തിന്റെയും മതങ്ങളുടെയും കയ്യിലായിരുന്നു സർഗശേഷി കവിത എന്ന് പറയുന്നത്. പിന്നീട് ഗലീലിയോയുടെ കണ്ടുപിടുത്തങ്ങൾ അംഗീകരിച്ചില്ല എന്നല്ല, നാട് കടത്തപ്പെട്ടു. സോക്രട്ടീസ് തുടങ്ങിയവരുടെ അനുഭവങ്ങളും മറിച്ചില്ല. രാജാക്കന്മാർ സർഗസമ്പന്നരെ കൊട്ടാരങ്ങളിലേക്ക് വിലക്കെടുത്ത് സ്വാർത്ഥ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു. പിന്നീട് രാജാക്കന്മാരുടെ കൈകളിലായി എന്തെന്ന് പറയുന്നത്? നമ്മുടെ സർഗശേഷി കവി. ഏത് പറയുന്നത്? കവിത എന്ന് പറയുന്നത്, സർഗശേഷി എന്ന് പറയുന്നത് ആദ്യം ദൈവത്തിന്റെയും മതങ്ങളുടെയും കയ്യിലായിരുന്നു, പിന്നീട് രാജാക്കന്മാരുടെ കൈകളിലായി, പിന്നീടോ
രാജാക്കന്മാരെ സ്തുതിക്കുക, ആദ്യം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി മതങ്ങൾ കവിത സർഗശേഷി ഉപയോഗിച്ചു. പിന്നീട് രാജാക്കന്മാരെ സ്തുതിക്കുവാനായി നമ്മൾ എന്ത് ഉപയോഗിച്ചു? കവിത സർഗശേഷി ഉപയോഗിച്ചു. പിന്നെയോ എന്നാൽ സർഗവാസനകൾ ഇത്തരം യോഗദണ്ഡങ്ങൾക്ക് പിടികൊടുക്കാതെ അധികാര സ്ഥാനങ്ങളെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്, അല്ലേ? പിന്നീട് അധികാരികളെ താഴെയിറക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചുടാ? നമ്മുടെ സർഗശേഷിയാം കുതിരയെ ഉപയോഗിച്ചു. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മലയാളം ഫസ്റ്റിൽ പ്രധാനമായും ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പഠിച്ച് സെറ്റായി പോവുക. എല്ലാവർക്കും പരീക്ഷയിൽ നല്ല ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം EMS സൊല്യൂഷൻസ്. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. താങ്ക് യു.